ഓക്കെ, അപ്പം അഡിനോമയോസിസ് സാധാരണ ഗൈനക്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് മെയിൻലി ഷോർട്ടസ്റ്റ് ആയിട്ടാണ് ഇതുവരെയായിട്ടും കോഴ്സ് ചോദിച്ചിട്ടുള്ളത്. 2016, 20, 21 ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എസ് എ ആവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഇനി എന്താണ് ഡെഫിനേഷൻ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ യൂട്രസിന് 3 ലെയറില്ലേ? എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം. ഓക്കെ, ഈ എൻഡോമെട്രിയം കയറി മയോമെട്രിയത്തിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ പേരാണ് adenomyosis. Presence of endometrial glands and stroma within myometrium located 2.1 millimeter deep from the basal layer of endometrium. ഓക്കെ, ഇതാണ് അപ്പോൾ ഡെഫിനിഷൻ. അപ്പോൾ എന്തുവാ? എൻഡോമെട്രിയം മയോമെട്രിയത്തിൻ്റെ അകത്ത് കയറി കൂടിയിരിക്കുന്നു. ഇനി അസോസിയേഷൻ എന്തൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ഓട്ടത്തിൽ പഠിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഫൈബ്രോയിഡ് നമ്മൾ പഠിക്കും, എൻഡോമെട്രിയോസ് പഠിക്കും. ഓക്കെ, അപ്പോൾ ഫൈബ്രോയിഡും എൻഡോമെട്രിയോസിസും. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്താ? ഭയങ്കര ഹെവി മെൻസ്ട്രൽ മെനറേജിയ ബ്ലീഡിങ് വരാം, ഭയങ്കര വേദനയായിരിക്കാം, ഭയങ്കര വേദനയായിട്ടായിരിക്കും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി ഡിസ്മെനോറിയ, അതൊക്കെയാണ് സിംറ്റംസ്. ഇനി നമ്മൾ എക്സാമിനേഷൻ നോക്കുമ്പോൾ എന്താ? സിമെട്രിക്കലി എൻലാർജ്ഡ് യൂട്രസ്. അപ്പോൾ അസിമെട്രിക്കലി എൻലാർജ്ഡ് എവിടെയാ? ഫൈബ്രോയിഡ്. അഡിനോമയോസിസിൽ സിമെട്രിക്കലി എൻലാർജ്ഡ്, ഗ്ലോബുലാർ ഷേപ്പ്, 12 വീക്സ് ഒക്കെ വരെ എൻലാർജ്ഡ് ആകത്തുള്ളൂ. ഓക്കെ, പിന്നെ ടെൻഡർ ആയിരിക്കും യൂട്രസ്. തൊട്ട് നോക്കിയാൽ നല്ല ടെൻഡർ ആയിരിക്കും. ആ ടെൻഡർനെസ്സിൻ്റെ പേരാണ് ഹാൽബൻ സൈൻ പോസിറ്റീവ് എന്ന് പറയും. യൂട്രൈൻ ടെൻഡർനെസ് പോസിറ്റീവ് ഈസ് ഹാൽബൻ സൈൻ പോസിറ്റീവ്. അഡ്നെക്സൽ ടെൻഡർനെസ്സും കിട്ടാം. അപ്പോൾ സിംറ്റംസ് പഠിച്ചു, എക്സാമിനേഷൻ പഠിച്ചു. ഇനി നമ്മൾ നേരെ ഇൻവെസ്റ്റിഗേഷനിലേക്ക്. ഏതൊരാൾ സെക്ഷലി ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ആദ്യം UPT ചെയ്തിട്ട് പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്യണം. ഈ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഫുള്ള് റൂൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. UPT ചെയ്തിട്ട് പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്തു. എന്തായാലും മെനറേജിയ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കും. എന്തിനാ? അനീമിയ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി വേറെ വല്ല കാരണം കൊണ്ടാണോ ഈ ബ്ലീഡിങ് വരുന്നത്? അഡിനോമയോസിസ് അല്ലാതെ ഈ കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് കാരണം ബ്ലീഡിങ് വരുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് കൊയാഗുലേഷൻ പ്രൊഫൈൽ എടുത്ത് നോക്കും, വേറെ വല്ല ബ്ലീഡിങ് ഡിസോർഡേഴ്സ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആൾ പ്രശ്നമായിട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി യൂട്രസിൻ്റെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? യൂട്രസ് ഒന്ന് കാണാൻ വേണ്ടി USG എഴുതും. USGക്കകത്ത് എൻലാർജ്ഡ് യൂട്രസ് കാണാം. പിന്നെ നമ്മുടെ മയോമെട്രിയത്തിനകത്ത് കുറച്ച് സിസ്റ്റ് കാണാം. എന്താ സിസ്റ്റ്? എൻഡോമെട്രിയത്തിൽ നിന്ന് ബ്ലഡ് വന്ന് ഫില്ലായി കിടക്കുന്നത് മയോമെട്രിയൽ സിസ്റ്റ് കാണാം. ഇനി നമ്മുടെ മയോമെട്രിയൽ ജംഗ്ഷൻ ഇല്ലേ? ഇത് എൻഡോമെട്രിയം, ഇത് മയോമെട്രിയം, അതിൻ്റെ അകത്തുള്ള ജംഗ്ഷൻ. ആ ജംഗ്ഷൻ ഡിസ്ട്രപ്റ്റ് ആയിരിക്കും. മയോമെട്രിയൽ ജംഗ്ഷൻ്റെ ലോസ് ഉണ്ടാവും. പിന്നെ വെനീഷ്യൽ ബ്ലൈൻഡ് അപ്പിയറൻസ് എന്ന് പറയുന്ന അപ്പിയറൻസ് ഉണ്ട്. അത് നമ്മൾ USG നോക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ആയിട്ട് കിടക്കും. ഇനി നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി എന്തിനാണ് എടുക്കുന്നത്? എന്ത് റൂൾ ഔട്ട് ചെയ്യാനാ? എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസി ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കും. MRI അങ്ങനെ റുട്ടീനായിട്ട് ചെയ്യാറില്ല. ഇനി ഡെഫിനിറ്റീവായിട്ട് ഏതാ? ഹിസ്റ്റോപത്തോളജി ചെയ്താൽ കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ മയോമെട്രിയത്തിൻ്റെ അകത്ത് എൻഡോമെട്രി ഇരിക്കുന്നത്. അപ്പം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു, ഞാൻ UPT ചെയ്തു, പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്തു, CBC ചെയ്തു, അനീമിയ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി, കൊയാഗുലേഷൻ സ്റ്റഡി ചെയ്തു. എന്തിന്? കൊയാഗുലേഷൻ ഡിസോർഡർ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. യൂട്രസിൻ്റെ അവിടുത്തെ പ്രശ്നമെന്ന് ഞാൻ സ്ഥിരീകരിച്ചു, USG എഴുതി, എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്തു, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി. MRI എപ്പോഴും ചെയ്യാറില്ല. ഹിസ്റ്റോപത്തോളജി ഡെഫിനിറ്റീവ്. ഇനി ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്. ഇത് AUB അല്ലേ? ടിപ്പിക്കൽ യൂട്രൈൻ ബ്ലീഡിംഗ് അല്ലേ? അപ്പോൾ അതിൻ്റെ സെയിം സാധനം തന്നെ അല്ലേ? ട്രാനാക്സമിക് ആസിഡ് എഴുതിയിട്ടുണ്ട് ബ്ലഡ് ലോസിന് വേണ്ടി. OCP എഴുതിയിട്ടുണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത എന്തുവാ? OCP കഴിഞ്ഞാൽ എന്തോ? ഇനി പ്രൊജസ്ട്രോൺ ഉണ്ട്, LNG, മെറീനയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഡിസ്മെനോറിയ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, വേദനയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം NSAID കൊടുക്കാം. ഓക്കെ, ഈ മെറീന എങ്ങനെ വർക്ക് ചെയ്യുന്നത്? എൻഡോമെട്രിയൽ അട്രോഫി, ഡിക്രീസസ് മെൻസ്ട്രൽ ബ്ലഡ് ലോസ്. ഇതെല്ലാം നമ്മൾ AUB എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒന്നും കൂടെ പഠിക്കും കേട്ടോ. അപ്പോൾ അത് തന്നെ എടുത്ത് എഴുതി വെച്ചാൽ മതി. ഇനി GnRH അഗോണിസ്റ്റ് ലാസ്റ്റ് ഒന്നും നടന്നില്ലെങ്കിൽ അതും കൊടുക്കാം. ഇനി സർജിക്കൽ ഓപ്ഷൻ, യൂട്രസ് പ്രിസർവ് ചെയ്യുന്ന സർജറി, യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി. പ്രിസർവ് ചെയ്യുന്ന എവിടെയൊക്കെ? അഡിനോമയോമെക്ടമി ചെയ്യും, യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ, എൻഡോമെട്രിയൽ അബ്ലേഷൻ. ഇത് മൂന്നുമാണ് യൂട്രസ് പ്രിസർവ് ചെയ്യുന്നത്. ഇനി ഫാമിലി കംപ്ലീറ്റ് ആയ ആളാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി ചെയ്ത് കളയാം. അതാണ് ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ്. താങ്ക് യു.